സ്ട്രോബെറി ഐസ്ക്രീമിന്റെ മണം കേട്ടാൽ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. വേഗം ആരെങ്കിലും വരുമ്പോഴേക്ക് ഈ ഐസ്ക്രീം മുഴുവനും കഴിക്കണം. പിങ്കു, അയ്യോ അമ്മൂസേ, നീ എന്തിനാ ഇപ്പോ ഇവിടെ വന്നത്? അയ്യോ ഐസ്ക്രീം, ഇത് ഇവള് കണ്ട വേണമെന്ന് പറയുമല്ലോ. അമ്മ അല്ലെങ്കിൽ റിയ കുട്ടിക്കും ആദികുട്ടനും ഐസ്ക്രീം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാ. അവര് കാണാതെ അപ്പൊ തന്നെ എടുത്ത് കഴിക്കണം എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവള് കണ്ടാ വേണമെന്ന് പറയും. ഇവള് കാണുമ്പോഴേക്കും ഇത് നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ ഒളിപ്പിക്കാം. റിയ കുട്ടി, നീ എന്തിനാ അങ്ങോട്ട് വന്നത്?
സ്ട്രോബെറി ഐസ്ക്രീം അമ്മ വരുമ്പോഴേക്കും മുഴുവൻ എടുത്ത് കഴിച്ചു. ജോളി 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 സ്ട്രോബെറി ഐസ്ക്രീം കഴിച്ചു. ജോളി ജോളി ജോളി. അപ്പുട്ടേ അച്ഛക്ക് എങ്ങനെയുണ്ട്? അയ്യോ ഇനിയും വേണോ? നിനക്ക് ഞാൻ കുറച്ച് തന്നില്ലേ, ഇത് മതി. ഇതിന്റെ കൂടുതൽ കഴിച്ചാലേ ജലദോഷം പിടിക്കും. ഇഷ്ടപ്പെട്ടോ? അതാണ് നീ വീണ്ടും വീണ്ടും ചോദിക്കണേ. അപ്പോഴേ മതിയടാ, ഇനി കഴിച്ചാ ജലദോഷം പിടിച്ചു. ഇനി ചേച്ചി കഴിക്കാട്ടോ. അയ്യോ റിയ കുട്ടി, ഞാൻ നിന്നെ കൊണ്ട് എന്താ പറഞ്ഞത്? അപ്പോത്തിന് ഐസ്ക്രീം കൊടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നീ എന്തിനാ അവന് ഐസ്ക്രീം കൊടുത്തത്? ഐസ്ക്രീം കഴിച്ചാ അവന് ജലദോഷം പിടിക്കും. അവന് ജലദോഷം പിടിച്ചാ അമ്മ ഞാൻ നിങ്ങൾക്ക് ഐസ്ക്രീം തന്ന കാര്യം അറിയും. പിന്നെ അമ്മ എന്നെ തന്നെ തല്ലും. നീ എന്തിനാ റിയ കുട്ടി അവന് ഐസ്ക്രീം കൊടുത്തത്? അത് പിഗ്ഗു ചേച്ചി, അത് അപ്പുജേ എന്റെ കയ്യിൽ അച്ഛക്ക് കണ്ടിട്ട് വേണം പറഞ്ഞ് കടഞ്ഞു. അതാ ഞാൻ കൊടുത്തത്. അയ്യോ ഞാൻ അതിനെ അവന് കാണിക്കാണ്ട് കഴിക്കുന്നല്ലേ പറഞ്ഞത്. നീ എന്തിനാ അവന്റെ മുന്നിൽ വന്ന് ഐസ്ക്രീം കഴിച്ചത്? അതുകൊണ്ടല്ലേ അവൻ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞത്. അയ്യോ ഇപ്പൊ അവൻ ഐസ്ക്രീം കഴിച്ചു. ഇനി അവന് ജലദോഷം പിടിച്ചാ എന്ത് ചെയ്യും? പിഗ്ഗു ചേച്ചി, അപ്പൂച്ച ജലദോഷം പിടിച്ചില്ല. ഞാൻ അപ്പൂച്ചിനെ കുറച്ച് അച്ഛക്ക് തന്നെ കൊടുത്തുള്ളൂ. കുറച്ച് അച്ഛക്ക് കഴിച്ചാ ജലദോഷം പിടിച്ചില്ല. കൂടുതലായിട്ട് കഴിച്ചാൽ തന്നെ ജലദോഷം പിടിച്ചു. അയ്യോ റിയ കുട്ടി, അങ്ങനെയൊന്നും ഇല്ല. അവൻ കുഞ്ഞു കുട്ടിയല്ലേ. അവൻ കുറച്ച് ഐസ്ക്രീം കഴിച്ചാലും അവന് ജലദോഷം പിടിക്കും. ഇനിയിപ്പോ അവന് ജലദോഷം പിടിച്ചാ അമ്മ നിന്നെ ഒന്നും പറയില്ല. നിങ്ങൾക്ക് ഐസ്ക്രീം തന്നതിന് അമ്മ എന്നെ തന്നെ ചീത്ത പറയും. ഞാൻ എന്ത് ചെയ്യും? എടി പിങ്കു, അമ്മ. എടി പിങ്കു, ഇതെന്ത് പണിയാ കാണിച്ചു വെച്ചിരിക്കണേ? ഞാൻ നിനക്കൊണ്ട് എന്താ പറഞ്ഞത്? ഫ്രിഡ്ജിലുള്ള ഐസ്ക്രീം എന്നെ അറിയാതെ എടുക്കാൻ പാടില്ല പറഞ്ഞില്ലേ? നീ എടുത്ത് കഴിച്ചാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? റിയ കുട്ടിക്ക് ആദ്യ കുട്ടിനും ഐസ്ക്രീം കൊടുത്തിരിക്കണേ. അമ്മ, റിയ കുട്ടിക്ക് മാത്രം തന്നെ ഞാൻ ഐസ്ക്രീം കൊടുത്തുള്ളൂ. ആദ്യ കുട്ടിന് ഞാൻ ഐസ്ക്രീം കൊടുത്തില്ലമ്മ. റിയ കുട്ടിയാണ് ആദ്യ കുട്ടിന് ഐസ്ക്രീം കൊടുത്തത്. എടി, ഞാൻ നിന്നെ കൊണ്ട് റിയ കുട്ടിക്ക് പോലും ഐസ്ക്രീം കൊടുക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? രണ്ടുപേരും ചെറിയ കുട്ടികളാണ്. ഈ മഞ്ഞ സമയത്ത് ഐസ്ക്രീം കഴിച്ചാൽ അവർക്ക് ജലദോഷമോ പനിയോ വല്ലതും വരും. നിനക്ക് വേണമെങ്കിൽ അവര് ഉറങ്ങുന്ന സമയത്ത് അവർക്ക് അറിയാതെ ഞാൻ നിനക്ക് തരാന്നല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും നീ എന്തിനാണ് എടുത്ത് കുട്ടികൾക്ക് കൊടുത്തത്? അമ്മ, അത് ഞാനായിട്ട് കൊടുത്തൊന്നുമില്ല. ഞാൻ അവരെ അറിയാതെ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചപ്പോ റിയ എന്റെ കയ്യിലുള്ള ഐസ്ക്രീം കണ്ടു. അപ്പൊ അവളത് വേണം പറഞ്ഞ് കരഞ്ഞപ്പോ ഞാൻ അവൾക്ക് മാത്രം കൊടുത്തതാ അമ്മേ. അവളത് കൊണ്ടുവന്ന് ആദ്യ കുട്ടിന് കൊടുക്കുന്ന് ഞാൻ വിചാരിച്ചില്ല. പിങ്കു, കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുത്തിട്ട് ഇപ്പൊ എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അവർക്ക് ജലദോഷമോ ചുമയോ വല്ലതും വരട്ടെ, എന്നിട്ട് നിനക്കുണ്ട്. അപ്പൂജേ, അമ്മായി ചേച്ചിയെ ചീത്ത വഴി കണ്ടില്ലേ? മൈച്ചിക്ക് കഴിച്ചാ അമ്മായി തല്ലും. എനിക്ക് വേണോ? ചേച്ചി വാ, നമുക്ക്